നമസ്കാരം. ഞാൻ സമകാലികമായ ചില പ്രശ്നങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വന്നതാണ്. രാഷ്ട്രീയമല്ല, സമകാലികമായ കുറച്ച് പ്രശ്നങ്ങൾ. ഇപ്പോൾ ചർച്ചകൾ മൊത്തം ശബരിമലയിലെ സ്വർണ്ണ വിവാദങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണല്ലോ. ഇപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പുകളൊക്കെ വരികയാണ്. ഇനി അതേ ചൊല്ലിയുള്ള വിവാദങ്ങൾ, രാഷ്ട്രീയ സംവാദങ്ങളൊക്കെ ധാരാളം നടക്കുന്നു. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ ഡാമുകളുടെയും മറ്റും അമിതമായ ഭാരം ഉള്ള ഇടുക്കി ജില്ല എന്ന് പറഞ്ഞൊരു ജില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു മിന്നൽ പ്രളയം ഉണ്ടായി. ഡാമുകളൊക്കെ നിറഞ്ഞ് തുറന്നു വിടേണ്ട അവസ്ഥ. മനുഷ്യനാശം ഉണ്ടായില്ലെങ്കിൽ പോലും ഒരുപാട് കൃഷികൾ, വീടുകൾ, പാലങ്ങൾ ഒക്കെ നശിച്ചു പോകുന്നൊരവസ്ഥയുണ്ടായി. ഈ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആയിട്ട് മാധ്യമങ്ങളുമൊക്കെ അതങ്ങ് പയ്യെ 2 ദിവസത്തേക്കുള്ളതൊക്കെ നമുക്ക് വരും. അതും ചെറിയ സമയങ്ങളെടുത്തിട്ട് മാറ്റി. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടി ഗഹനമായിട്ട് ചർച്ച ചെയ്യാമായിരുന്നു. ഈ പറഞ്ഞ പോലെ ശബരിമലയിലെ സ്വർണ്ണ വിവാദങ്ങളും മറ്റുമൊക്കെ ഇനിയും അത് നടക്കും, ഇനിയും തുടരും. അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറും. അത് അടുത്ത വിഷയങ്ങൾ വരും. നമ്മുടെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, നമ്മുടെ ഡാമുകൾ, ചെറുതും വലുതുമായ അനേകം ഡാമുകളാണ് നമ്മുടെ ജില്ലയിലുള്ളത്. ഇടുക്കി ജില്ലയിൽ, കേരളത്തിൽ ഉണ്ട്, അവിടെ അങ്ങോളം ഉണ്ട്. ഞാൻ പറഞ്ഞ ഇടുക്കി ജില്ലയിൽ ഇപ്പോഴത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഡാമുകളെല്ലാം ചെളി നിറഞ്ഞും മണ്ണ് നിറഞ്ഞും വളരെ കുറച്ച് മഴ പെയ്ത് കുറച്ച് വെള്ളം വരുമ്പോഴേ ഇത് നിറയുന്നൊരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറണ്ടേ? അതിനുള്ള സാങ്കേതികമായ കാര്യങ്ങളില്ലേ? അതിനുള്ള നമ്മുടെ എൻജിനീയേഴ്സും പിന്നെ മറ്റുള്ള വകുപ്പുകളെല്ലാം കൂടി ചേർന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകണ്ടേ? പ്രകൃതിക്ഷോഭം ഉണ്ടാകും, അത് നമ്മൾക്ക് മനുഷ്യർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഈ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു ഉരുളുപൊട്ടലുണ്ടായി, വലിയ മഴയുണ്ടായി, ഉരുളുപൊട്ടലുണ്ടായി, ആ തോട് മാറുമൊക്കെ നിറഞ്ഞു കവിഞ്ഞ് വരുമ്പോൾ ആ വരുന്ന വെള്ളത്തെ ഉൾക്കൊള്ളാനാകാതെ ഡാമുകൾ തുറക്കേണ്ടി വരുന്നു. മുന്നറിയിപ്പില്ലാതെ തുറന്നു വിടുമ്പോൾ അതിൻ്റെ താഴെ കിടക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്നു. അതിന് നഷ്ടപരിഹാരമായിട്ട് കുറച്ച് ലക്ഷങ്ങളൊക്കെ കൊടുക്കുന്നു, അത് കാലാകാലങ്ങളായിട്ട് കൊടുക്കുന്നു. പക്ഷേ അതുകൊണ്ടൊക്കെ അവർക്ക് എന്തെങ്കിലും ആവുമോ? ഒന്നും ആവില്ല. അതുകൊണ്ടുണ്ടാകുന്നത് എന്നത് മറ്റൊരു വലിയ സാമ്പത്തിക ഭാരമാണ് നമ്മുടെ സർക്കാരിനും പഞ്ചായത്തുകൾക്കും എല്ലാവർക്കും ഉണ്ടാകുന്നത്. ഒരുപാട് ദീർഘിപ്പിച്ച് പറയുന്നില്ല, പക്ഷേ ഇതിനൊരു പ്രതിവിധി ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അണികളും ഒക്കെ ഇതിനു വേണ്ടിയിട്ടൊന്ന് ആഞ്ഞ് പരിശ്രമിക്കും. ഇത് വേണ്ടപ്പെട്ടവരിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതായത് കാലപ്പഴക്കമുള്ള ഡാമുകൾ പുതുക്കിപ്പണിയാനും. കാരണം ഇതിൻ്റെ താഴോട്ട് കിടക്കുന്നവരെല്ലാം വളരെ ഭീതിയിലാണ്. ആ ഡാമിൻ്റെ ഈ പറഞ്ഞ ചെറിയ ഡാമുകൾ, വലിയ ഡാമുകളുടെ ഒക്കെ താഴെ കിടക്കുന്നവരൊക്കെ നല്ല ഭീതികളാണ്. അത് മഴക്കാലം വരുമ്പോൾ മാത്രം കുറച്ച് നാൾ ആ ഡാം തുറന്നു വിടുമ്പോഴോ ഇല്ലെങ്കിൽ ഡാം നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ മാത്രം ചർച്ച ചെയ്യപ്പെടാനുള്ളൊരു വിഷയമായി മാറരുത്. ഇത് ഒരപേക്ഷയാണ്. ഇത് കാണുന്ന ഇനി 1-2 പേര് കാണുന്നുള്ളെങ്കിലും ഈ വീഡിയോ അവർ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കണം. നന്ദി.